ആപ്കി അദാലത്തിൽ സ്പോർട്സ് മിനിസ്റ്ററായ സുനിൽ ദത്തിന്റെ മേലുള്ള കുറ്റാരോപണം. ഇദ്ദേഹത്തിന്റെ ഭരണസമയത്ത് സ്പോർട്സിൽ അഴിമതി നിറഞ്ഞിരിക്കുന്നു. ദത്ത് സാർ, താങ്കൾ സ്പോർട്സ് മിനിസ്റ്റർ ആയതിനു ശേഷം പറഞ്ഞു എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും, ഫെഡറേഷനിൽ ശ്രദ്ധ ചെലുത്തുമെന്ന്, അവരെ നേർവഴിക്ക് കൊണ്ടുവരുമെന്നും പറഞ്ഞു. പക്ഷെ 3 മാസത്തിൽ താങ്കൾ മാറിയിരിക്കുകയാണ്. എല്ലാ ഫെഡറേഷനും ഓട്ടോണമസ് ആണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് താങ്കൾ പറയുന്നു. അത് ഓട്ടോണോമസ് ആണ്, അത് സമ്മതിച്ചാൽ മതിയാവൂ. ഞാൻ അവരെ കണ്ട് സംസാരിച്ചു. ഞാൻ ഇപ്പോഴും പല ഫെഡറേഷൻ ചീഫ്സും ഒക്കെ ആയിട്ട് കണ്ടുമുട്ടി സംസാരിക്കാറുണ്ട്. അവരിൽ നിന്നും ഫീഡ്ബാക്ക് എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. 20-30 വർഷങ്ങളായിട്ട് ഈ ഫെഡറേഷൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പെട്ടെന്ന് അവരുടെ മോഡ് മാറ്റാന്ന് പറയുന്നത് ഡെമോക്രസിയിൽ പ്രയാസമുള്ള കാര്യമാണ്. കാരണം ഞാൻ ഡിക്റ്റേറ്റർ ഒന്നുമല്ല. ഞാൻ പറയുന്നത് എല്ലാവരും അനുസരിക്കണം, നിങ്ങൾ പോകുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ എന്നെ പറയും ഇദ്ദേഹം ഡിക്റ്റേറ്റർ ആയെന്ന്. താങ്കൾ ഡിക്റ്റേറ്ററായിട്ട് മാറുകയാണെങ്കിൽ ജനങ്ങൾ ശരിക്കും സന്തോഷിക്കും. അതെയോ? എല്ലാ സ്പോർട്സ് ഫെഡറേഷനും വലിയ വലിയ രാഷ്ട്രീയക്കാരുടെ കൈവശമാണ് ഉള്ളത്. പ്രിയരഞ്ജൻ രാജ് മുൻഷി 10 വർഷമായിട്ട് ഫുട്ബോൾ ഫെഡറേഷന്റെ ചെയർമാനാണ്. താങ്കളുടെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവാണ്, മിനിസ്റ്ററാണ്. പക്ഷേ ഫുട്ബോളിൽ നമ്മുടെ രാജ്യം 143 സ്ഥാനത്താണ്. ശരിയാണ്. വിജയ്കുമാർ മൽഹോത്ര BJPയിലെ വലിയൊരു നേതാവാണ്. ആർച്ചറിയിൽ അദ്ദേഹം ലീഡറാണ്. ഇന്ന് വരെ ഒരമ്പ് പോലും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ല. അതെയോ? ജഗദീഷ് ടൈറ്റിലർ, അദ്ദേഹം ജൂഡോ ഫെഡറേഷന്റെ നേതാവാണ്. സുരേഷ് കൽമാടി ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റാണ്. അത്ലറ്റ്സിന്റെയും പ്രസിഡന്റ് അദ്ദേഹമാണ്. ഇവിടെ ഏതൊരു സ്പോർട്സ് ഫെഡറേഷൻ നോക്കിയാലും ശരി, അവിടെ ഒരു രാഷ്ട്രീയക്കാരനായിരിക്കും പ്രസിഡന്റായിട്ടുള്ളത്. അപ്പോ നിങ്ങൾ എനിക്ക് വേണ്ടി ചെറിയൊരു കരുണ കാണിച്ചൂടെ? നിങ്ങളൊന്ന് ചെയ്യൂ, എല്ലാ മിനിസ്റ്റേഴ്സിനും ഇങ്ങോട്ട് വരുത്തൂ, എന്നിട്ട് നിങ്ങളൊരു ഇന്റർവ്യൂ എടുക്കൂ. അവരെ വിളിച്ച് എന്തൊക്കെ അന്വേഷണങ്ങൾ നടത്തിയാലും ഒന്നും ആകാൻ പോകുന്നില്ല. അങ്ങനെയല്ല, നിങ്ങൾ ആരാണെന്ന് വെച്ചാ വെള്ളം ഇല്ലാത്തടത്ത് കുഴിച്ച് നിങ്ങൾ വെള്ളം ഉണ്ടാക്കും. താങ്കൾ ചോദിക്കും. You have, when I say you, mean the people humiliated Dhanraj Pillai, who paid a 4th Olympic. Not very many people have done. What action have you taken? The people who disarmed, the people who made him to sit down. അത് സത്യമാണ് ദത്ത് സാർ. ജനങ്ങൾ ധൻരാജ് പിള്ളയെ കണ്ണീരോടുകൂടി കാണുമ്പോൾ മനസ്സ് ശരിക്കും വേദനിക്കുകയാണ്. ആ സമയത്ത് താങ്കളെപ്പോലുള്ളവർ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എനിക്ക് തന്നെ നാണക്കേടാണ്. അതായത് ഒരു അത്ലറ്റിനെ ആരെങ്കിലും അപമാനിച്ചാൽ, എനിക്ക് അങ്ങനെ തോന്നിയാൽ, അതായത് അത്ലറ്റിനെ അപമാനിച്ചു എന്ന് അങ്ങനെ തോന്നിയാൽ ഞാൻ തീർച്ചയായും ഗ്രാമത്തിലേക്ക് പോവില്ല. പക്ഷെ ഞാൻ അവിടെ പോയി ഓരോ അത്ലറ്റിനെയും കണ്ടു. ഞാൻ തറയിൽ ഇരുന്നു കൊണ്ട് അവർ കളിച്ച ആ മാച്ച് മുഴുവൻ കണ്ടു, പൂർണ്ണമായും കണ്ടു. പറയുകയാണെങ്കിൽ അത് ലണ്ടർ ബുക്തി. അവർ ആദ്യത്തെ മാച്ച് കളിക്കുമ്പോൾ ഞാൻ തറയിൽ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ ദത്ത് സാർ, ഞാൻ ആ റിപ്പോർട്ട് വായിച്ചപ്പോൾ താങ്കളെയും ഹ്യൂമിലേറ്റ് ചെയ്തതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. താങ്കൾ താമസിക്കേണ്ട സ്ഥലം ആ മെയിൻ കോംപ്ലക്സിൽ നിന്നും വളരെ ദൂരെ ആയിരുന്നെന്നാണ് ഞാൻ അറിഞ്ഞത്. അല്ല, ഞാൻ അങ്ങനെയല്ല. ഞാൻ വേറെ ഹോട്ടലിൽ താമസിച്ചു. എനിക്ക് അങ്ങനെയുള്ള കോംപ്ലക്സ് ഒന്നുമില്ല. പക്ഷേ ഇത് സത്യമാണോ കള്ളമാണോ? അല്ല, അവിടെ എല്ലാവരും ഓരോരോ ഹോട്ടലിലാണ് താമസിച്ചത്. അവിടെ ഉണ്ടായിരുന്ന പ്ലേയേഴ്സ് അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ, ആദ്യമായി ഒരു മിനിസ്റ്റർ പ്ലേയേഴ്സിനോടൊപ്പം ഫോട്ടോ എടുത്തു, അതായത് വിളിച്ച് എല്ലാവരുടെയും കൂടെ ഫോട്ടോ എടുത്തെന്ന്. ആദ്യമായിട്ടാണ് ഒരു മിനിസ്റ്റർ പ്ലേയേഴ്സിനോടൊപ്പം ചിരിച്ച് സംസാരിച്ചതെന്നും പറയുന്നു. താങ്കൾ അവരെ എൻകറേജ് ചെയ്തെന്നും പറയുന്നു. ശരിയാണ്. ഇത് സത്യമല്ലേ? അതുകൊണ്ടാണ് താങ്കളുടെ അടുത്ത് പ്രതീക്ഷിക്കുന്നത്, പ്ലേയേഴ്സ് പ്രതീക്ഷിക്കുന്നത്, ജനങ്ങൾ വിശ്വസിക്കുന്നത് താങ്കൾ എന്തെങ്കിലും ആക്ഷൻ എടുക്കണം. ശരിയല്ലാത്ത കാര്യങ്ങൾ ശരിയാക്കാൻ കുറച്ച് സമയം വേണം. ഒറ്റ രാത്രി കൊണ്ട് ഒരു കെട്ടിടം നിർമ്മിക്കാൻ പറ്റില്ലല്ലോ. അതായത് ഈ കെട്ടിടം നിർമ്മിക്കാൻ 2-3 വർഷങ്ങളായി കാണും. എന്താ ശരിയല്ലേ? അവരുടെ അടുത്ത് നിന്ന് നിങ്ങൾ ഇത് ഒറ്റ രാത്രി കൊണ്ട് ചെയ്യുന്ന പറഞ്ഞാൽ അത് നടക്കില്ല. തീർച്ചയായിട്ടും നടക്കില്ല, അല്ലേ? സാർ, എന്റെ ചോദ്യം എന്താണെന്നാൽ, ഒളിമ്പിക്സിൽ നിന്നും കുറച്ച് ദിവസങ്ങൾ മുന്നേ ഹോക്കി കോച്ചിനെ പുറത്താക്കി, ഇന്ത്യൻ കോച്ച് പോരാ എന്നും പറഞ്ഞ് ഫോറിൻ കോച്ചിനെ നിയമിക്കാൻ ഒരുങ്ങി. എന്നാലിപ്പോൾ അതേ ഹോക്കി കോച്ചിന് ദ്രോണാചാര്യ അവാർഡ് കൊടുക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ ആ കോച്ചിന്റെ പെർഫോമൻസ് നന്നായിട്ടായിരുന്നോ അല്ല മോശമായിട്ടായിരുന്നോ? എന്ത് ബേസിസിലാണ് അദ്ദേഹത്തിന് അവാർഡ് കൊടുത്തത്? നിങ്ങൾ വളരെ നല്ല ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. വെരി ഗുഡ്. അതായത് പറയുകയാണെങ്കിൽ, ഈ അവാർഡുകൾ നൽകപ്പെടുന്നത് അത് മിനിസ്റ്റർ നൽകുന്നതല്ല, മിനിസ്റ്റർ ഫോം ചെയ്യുന്ന കമ്മിറ്റിയാണ്. ആസ് എ മിനിസ്റ്റർ ഒരു ഡെമോക്രസിയിൽ എനിക്ക് പറയാൻ പറ്റില്ല. തീരുമാനം ഞാൻ എടുക്കുകയാണെങ്കിൽ ഞാൻ കമ്മിറ്റി രൂപീകരിക്കില്ലല്ലോ. ഒരു കമ്മിറ്റി രൂപീകരിച്ചാൽ ആരെ തെരഞ്ഞെടുക്കണം, തെരഞ്ഞെടുക്കരുതെന്ന് അവരാണ് തീരുമാനിക്കുക. എന്റെ അറിവിൽ പറയുകയാണെങ്കിൽ അതൊരു റോങ് സെലക്ഷനാണ്, തെറ്റായ സെലക്ഷനാണ്. ദത്ത് സാർ, താങ്കൾ ഇത്ര ഹെൽപ്ലെസ് ആണെങ്കിൽ ജനങ്ങൾക്കത് ബുദ്ധിമുട്ടായി മാറില്ല. അല്ലല്ല, ഞാൻ ഹെൽപ്ലെസ് ഒന്നുമല്ല. അതായത് എല്ലാത്തിനും ഒരു ലോജിക് ഇല്ലേ? അതായത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറയുന്നത് കേൾക്കൂ. എല്ലാത്തിനും ഒരു 2 വശമുണ്ട്. ആദ്യത്തേത് ഞാൻ പറയുന്നതാണ് ശരിയെന്ന് പറയുന്നത്. അതായത് പറയുകയാണെങ്കിൽ, അർജുന അവാർഡിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ,
ഞാനൊന്നും ചെയ്തിട്ടില്ല. കമ്മിറ്റിയാണ് എല്ലാം തീരുമാനിച്ചത്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഞങ്ങൾ കമ്മിറ്റിയിൽ ഇന്റർഫിയർ ചെയ്താൽ അവര് ഞങ്ങൾ പറയുന്ന ഒന്നും കേൾക്കില്ല. അതായത് ദത്ത് സാർ, താങ്കളെങ്കിലും ഒരു നല്ല പോളിസി ഉണ്ടാക്കിയെടുക്കാമല്ലോ. ആ അതായത് ഈ കോച്ചിന്റെ സെലക്ഷനെങ്കിലും കുറച്ച് പ്രോപ്പറായിട്ട്, പ്ലേയേഴ്സിന് എല്ലാ ഫെസിലിറ്റീസും കൃത്യമായി പോയി ചേരണം, അവാർഡിൽ ഒരു കൃത്യത ഉണ്ടായിരിക്കണം. താങ്കൾ ആ പോളിസി തന്നെ മാറ്റിയാണെങ്കിൽ ഒരു കമ്മിറ്റിക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതായത് നോക്കൂ, ഈ കോച്ച് സെലക്ഷൻ എന്ന് പറയുന്നത് എന്റെ കൈകളിലല്ല. കാരണം ഞാൻ ഗെയിം എക്സ്പേർട്ട് ഒന്നുമല്ല, ഞാനൊരു മിനിസ്റ്ററാണ്. ഇന്ന് ആരെങ്കിലും ഒരാൾ മിനിസ്റ്റർ ആയതിനു ശേഷം എനിക്ക് ബോക്സിംഗ് അറിയാം, നല്ല കോച്ച് ആരാണെന്ന് അറിയാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ഞാനൊരു ബോക്സർ ആയിരുന്നെങ്കിൽ ആ സെക്കൻഡ് തന്നെ എനിക്ക് മനസ്സിലാവും. ഇപ്പൊ ഞാൻ പടങ്ങളിലുണ്ട്, അതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദ്യം വന്നാൽ ആ ഡയറക്ടർ നന്നായിട്ട് സംവിധാനം ചെയ്യും എന്നെനിക്ക് പറയാൻ പറ്റും. കാരണം ഞാനും ആ രംഗത്താണ് ഉള്ളത്. അതല്ലാതെ നിങ്ങൾ എനിക്ക് ബോക്സിങ്ങിനെ കുറിച്ച് അറിയാം, ഹോക്കിയെ കുറിച്ച് അറിയും, ഫുട്ബോളിനെ കുറിച്ച് അറിയും എന്നൊക്കെ വിചാരിച്ചാൽ പിന്നെ ഫെഡറേഷന്റെ ആവശ്യമില്ലല്ലോ. അല്ല എന്താ സാർ, ശരിയല്ല? അതായത് എല്ലാ രാഷ്ട്രീയക്കാർക്കും ഫുട്ബോളും അറിയാം, ക്രിക്കറ്റും അറിയാം, അതുപോലെ ഹോക്കിയും അറിയാം. അല്ലല്ല, താങ്കളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതേ രാഷ്ട്രീയക്കാര് തന്നെ നാളെ ഒരു സിനിമ എടുക്കാൻ തുടങ്ങിയ എന്ത് സംഭവിക്കും? അല്ലല്ലല്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഞാൻ മറ്റുള്ള രാഷ്ട്രീയക്കാരെ കുറിച്ചല്ല പറയുന്നത്, ഞാൻ എന്നെ കുറിച്ചാ പറയുന്നത്. ദത്ത് സാർ, എനിക്ക് ഉറപ്പായിട്ട് പറയാൻ സാധിക്കും, ഫുട്ബോൾ ഫെഡറേഷനിലുള്ള വ്യക്തിക്ക് ഒരിക്കലും ഫുട്ബോൾ കളിക്കാൻ അറിയില്ല, ഹോക്കി ഫെഡറേഷനിലുള്ള ആൾക്ക് ഹോക്കി കളിക്കാൻ അറിയില്ല, പിന്നെ ബോക്സിംഗ് ഫെഡറേഷനിലുള്ള വ്യക്തി ഒരു പഞ്ച് പോലും ചെയ്തും കാണില്ല. അപ്പോ അങ്ങനെ പറഞ്ഞ പിന്നെ അവരെങ്ങനെ എലക്ട് ചെയ്യും? ഇവിടെ നോക്കിയാൽ അതായത് അവരൊരു വല സൃഷ്ടിച്ചിരിക്കുകയാണ്. അവർക്ക് മന്ത്രിയെയും ബ്യൂറോക്രാറ്റ്സിനെയും എങ്ങനെ ജോലി എടുപ്പിക്കണമെന്നറിയാം. അതുകൊണ്ടാണ് ഫെഡറേഷൻ. അല്ലല്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. കാരണം മിനിസ്റ്റർ ആണെങ്കിൽ ചോദ്യം ഇവിടുന്നാ ഉണ്ടാവുന്നത്. ചില നോംസ് ഉണ്ട്, അതായത് അതുമായി ബന്ധപ്പെട്ടവർ മാത്രമേ സെലക്ട് ചെയ്യൂ, അതിൽ എക്സ്പേർട്സ് മാത്രമേ സെലക്ട് ചെയ്യൂ. ഇപ്പോ ഇന്നുള്ള ഫെഡറേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് ഒളിമ്പിക്സിൽ കൽമാഡിയില്ലേ, അദ്ദേഹത്തിന്റെ ജനറൽ സെക്രട്ടറി, അദ്ദേഹം ഒരു ഷൂട്ടറാണ്, അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ഷൂട്ടർ നോക്കുകയാണെങ്കിൽ ഷോ പീസ് 2-3 വെക്കാം. അല്ല, അങ്ങനെ അവാർഡ് വാങ്ങിച്ചതുപോലെ അത് കാണിക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെയാണ് ഹോക്കി. ഇന്ത്യൻ ടീമും അങ്ങനെയാണ്. 2-3 കാണിക്കാൻ വേണ്ടി ഷോ പീസ് വെക്കാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നവർക്ക് ആർക്കും സ്പോർട്സിനെ കുറിച്ച് ഒന്നും തന്നെ അറിയില്ല. ഇത് എല്ലാ ഗെയിംസിലും ഉള്ളൊരു സംഭവമാണ്. അല്ലല്ല, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, അവർക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അതായത് ഫെഡറേഷൻ നമ്മൾ അത് ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ചേഞ്ചസ് ആവശ്യമാണ്. ഈ ഫെഡറേഷൻ നടത്തുന്നവരുടെ മൊത്തം സമയം നോക്കുകയാണെങ്കിൽ കളിക്കാരെ എങ്ങനെ പ്രോഗ്രസ് ചെയ്യണമെന്നൊന്നും അവർക്ക് അറിയില്ല. എത്ര പ്രാവശ്യം ഫോറിൻ ട്രിപ്പ് പോകാം, അതിനെക്കുറിച്ച് മാത്രമേ അറിയൂ. ഞാൻ ഇവരെല്ലാം കണ്ടുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഫെഡറേഷൻ ചീഫിനെ കാണുന്നു, സെക്രട്ടറിയെ കാണുന്നു, അവരുടെ ഒപ്പീനിയൻസ് ചോദിച്ച് മനസ്സിലാക്കുന്നു. കാരണം ഈ കാര്യങ്ങളെല്ലാം ഓവർനൈറ്റിൽ നമുക്ക് ഒന്നും മാറ്റാൻ പറ്റില്ല. ആദ്യം നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കണം, അവരുടെ പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്ന് അറിയണം, നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂസ് പറയണം, അതിനുശേഷം ഒരു പോളിസി ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റൂ. ഇത് വളരെ നല്ല കാര്യമാണ്. ജനങ്ങൾ ഇത് മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ ഫെഡറേഷൻസിൽ എന്തൊക്കെ കുറവുകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, അത് എങ്ങനെ പരിഹരിക്കണം, പ്രത്യേകിച്ച് പ്ലേയേഴ്സിന് നന്മ ലഭിക്കണം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. സർ, താങ്കൾ സത്യത്തിൽ യഥാർത്ഥ സ്പോർട്സ്മാനെ കാണുകയാണെങ്കിൽ അവിടെ ഫെഡറേഷന്റെ ആൾക്കാർ ഇല്ലെങ്കിൽ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ താങ്കൾക്ക് മനസ്സിലാവും. സ്പോർട്സ്മാനെ കണ്ടുമുട്ടിയതിനെ കുറിച്ച് നമ്മുടെ റത്തോർ സാർ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടുണ്ട്. അതായത് എല്ലാ ഫെഡറേഷനുകളും നന്നായി പ്രവർത്തിക്കുന്നു, അതൊരു നല്ല കാര്യമാണ്, അദ്ദേഹത്തിന് സഹായം ലഭിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹമാണ് പറഞ്ഞത്. വേണമെങ്കിൽ ഒരു എക്സെപ്ഷണൽ കേസ് അല്ല, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഇത് തീർച്ചയായിട്ടും പറഞ്ഞേ പറ്റൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് റിഫോംസ് കൊണ്ടുവരണം. റിഫോംസ് അതായത് അത് എങ്ങനെ ഉണ്ടാവണമെന്ന് വെച്ചാൽ പ്ലേയേഴ്സിന് അതുകൊണ്ട് അതായത് 100 കോടി ജനങ്ങളുള്ള സ്ഥലത്ത് ഒരു മെഡൽ വരികയാണെങ്കിൽ അത് രാജ്യത്തിന് വലിയ അപമാനമല്ലേ? അതെ സാർ, അപമാനം തന്നെയാണ്. അതെ, അത് തീർച്ചയായിട്ടും അപമാനമാണ്, വലിയ അപമാനം. അത് അപമാനം തന്നെ. അതായത് ചോദ്യം എന്താണ് ഉയരുന്നതെന്ന് വെച്ചാൽ, ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ദിസ് ഇസ് നോട്ട് ഫെയർ ഓൺ യുവർ പാർട്ട്. മിനിസ്റ്ററായി 3 മാസത്തിനകം തന്നെ ഓവർനൈറ്റ് എല്ലാം മാറ്റാൻ പറഞ്ഞാൽ എങ്ങനെയാണ്? അല്ലല്ല, ഓവർനൈറ്റ് മാറ്റാൻ ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത് അല്ലെങ്കിൽ 3 മാസം കൊണ്ട് മാറ്റാൻ പറ്റുന്ന ഒരാൾ നിങ്ങൾ വിളിച്ചുകൊണ്ടുവരൂ. ഞാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് താങ്കളെപ്പോലെ ഒരാൾ ഇവിടെ ഇരിക്കുന്നില്ലേ, ഇവര് വേണമെങ്കിൽ എന്റെ ഒപ്പം വരട്ടെ, അവരോട് വരാൻ പറയൂ, അവര് പറയുന്നത് ഞാൻ ചെയ്യാം. എല്ലാം മാറിക്കഴിഞ്ഞാൽ ഐ വിൽ സല്യൂട്ട് ദാറ്റ് മാൻ. അദ്ദേഹത്തിന് എന്റെ പദവി ഞാൻ ഇപ്പൊ തന്നെ നൽകാം. അങ്ങനെയല്ല, ശ്രമിക്കാമെന്നെങ്കിലും താങ്കൾക്ക് വാക്ക് നൽകാൻ സാധിക്കും. അല്ല, ഞാൻ ഇതൊന്നും വെറുതെ പറയല്ല. നിങ്ങൾ പറയൂ, ഏതെങ്കിലും ഒരു മിനിസ്റ്റർ നെഹ്റു സെന്റർ പോയി വിസിറ്റ് ചെയ്തു, പറയൂ. എനിക്ക് നിങ്ങളോട് ചോദ്യം ചോദിക്കാമല്ലേ? തീർച്ചയായിട്ടും ചോദിക്കും. ശരി പറയൂ, ശരി പറയൂ. ഏത് സ്പോർട്സ് മിനിസ്റ്ററാണ്
നെഹ്റു സ്റ്റേഡിയം സന്ദർശിച്ച് നമ്മുടെ ഒളിമ്പിക് പ്ലേയേഴ്സ് എല്ലാം ഏത് അവസ്ഥയിലാണ് ഉള്ളതെന്ന് പോയി നോക്കിയിട്ടുണ്ടോ? ഇപ്പൊ നിങ്ങൾ അവിടെ പോയി കാണൂ. ആരോടെങ്കിലും പോയി നോക്കാൻ പറയൂ. നിങ്ങളുടെ ക്യാമറാമാനെ അയക്കൂ. അവിടെ എന്താ സ്ഥിതി എന്ന് പോയി നോക്കാൻ പറയൂ. ഇംപ്രൂവ്മെന്റ്സ് ഒരുപാടുണ്ട്. ഒളിമ്പ്യൻസിനെ കുറിച്ച്, പ്ലേയേഴ്സിനെ കുറിച്ച് ചിന്തിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ എന്തിനാ അവർക്ക് വേണ്ടി $50 ഇൻക്രീസ് ചെയ്തു? അവിടെ കാര്യങ്ങൾ തെറ്റായി സംഭവിക്കുന്നു എന്ന് എനിക്കറിയാം. അതൊക്കെ ശരിയാക്കാൻ നിങ്ങൾ പറയുന്ന പോലെ ഒറ്റ രാത്രി കൊണ്ട് ഒരു മിനിസ്റ്റർക്ക് മാറ്റാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതിനേക്കാൾ ഞാനൊരു ഡോണോ ഡിക്റ്റേറ്ററോ ആയിരുന്നെങ്കിൽ ഞാൻ എല്ലാം ക്ലിയർ ചെയ്ത് അവിടെയുള്ള സ്റ്റാഫ്സിനെ മുഴുവൻ മാറ്റി അവിടെയുള്ള എല്ലാ കാര്യങ്ങളും മാറ്റിയേനെ. പക്ഷെ ഡെമോക്രസിയിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ. നിങ്ങൾ തന്നെ എന്നെ വഴക്ക് പറയും. നിങ്ങൾ എല്ലാവരും വഴക്ക് പറയും. ഇവന്റെ മനസ്സിൽ എന്താ വിചാരം? ഇവൻ എന്താ വലിയ ഇതാണോ എന്ന് ചോദിക്കും. അല്ല സാർ, ശരിയല്ലേ? സ്പോർട്സിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ജനങ്ങൾ താങ്കളെ പ്രശംസിക്കും. അല്ലല്ല, അങ്ങനെ അതിലൊരു ഒന്നും സംഭവിക്കില്ല. സംശയവുമില്ല. തീർച്ചയായിട്ടും സംഭവിക്കില്ല. ഞാൻ ഉറപ്പിച്ചു പറയാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുക്കൂ, ഡിക്റ്റേറ്ററെ കുറിച്ച്. പിന്നെ എല്ലാവരും ഡിക്റ്റേറ്റർ ആയിട്ട് മാറും.